ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ 83 വരെയുള്ള നാമാർത്ഥങ്ങളാണ് അറിഞ്ഞത് അല്ലേ? അതിലമ്മ ഭണ്ഡാസുരനെ വധിക്കുന്നതും ദേവാദിദേവകളെല്ലാം അമ്മയെ സ്തുതിച്ചുകൊണ്ട്, അമ്മയുടെ വൈഭവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന നാമങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. ഇന്ന് നമുക്ക് 84 മുതൽ 87 വരെയുള്ള നാമാർത്ഥങ്ങളാണ് അറിയാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് ശ്ലോകങ്ങൾ എന്താണെന്ന് നോക്കാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമ സഞ്ജീവനൗഷധേ ശ്രീമദ്വാഗ്ഭവകൂടൈകാസ്വരൂപാമുഖ പങ്കജ കണ്ഠാദകടിപര്യന്തമധ്യകൂടാസ്വരൂപിണി ശക്തികൂടൈകതാപന്ന കഠ്യതോ ഭാഗധാരിണി. അപ്പൊ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന നാമങ്ങള് 84 മുതൽ 87 വരെയുള്ള നാമാർത്ഥങ്ങളാണ്. ആദ്യത്തെ നാമം ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധി. ഹരനേത്രാഗ്നി എന്ന് പറഞ്ഞാൽ പരമശിവന്റെ നേത്രാഗ്നിയാൽ ഭസ്മമാക്കപ്പെട്ട കാമദേവൻ. അതായത് പരമശിവന്റെ നേത്രാഗ്നിയാൽ കോപത്താൽ, അതായത് ഭഗവാന് കോപം വരുമ്പോൾ ആ തൃക്കണ്ണ് തുറക്കുമല്ലേ, അപ്പൊ ആ തൃക്കണ്ണ് തുറന്ന് ആ നേത്രാഗ്നിയാൽ ഭസ്മമാക്കപ്പെട്ട കാമദേവനെ യുദ്ധത്തിന് ശേഷം ദേവാദിദേവന്മാരുടെ എല്ലാം അഭ്യർത്ഥന പ്രകാരം ദേവി പുനർജീവിപ്പിച്ചു. അതായത് ആ കാമദേവന് മൃതസഞ്ജീവിനിയായി ദേവി എന്നാണ് ഈ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. അടുത്ത നാമം 85-ാമത്തെ നാമം ശ്രീമദ്വാഗ്ഭവകൂടൈക സ്വരൂപാമുഖ പങ്കജ. പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ ആദ്യത്തെ ഖണ്ഡമായ വാഗ്ഭവകൂടത്തിന്റെ മുഖത്തോടു കൂടിയവൾ എന്നാണ് ആ നാമാർത്ഥം വരുന്നത്. അടുത്ത നാമം ഖണ്ഡാദകടിപര്യന്ത മധ്യകൂട സ്വരൂപിണി. അതായത് വാഗ്ഭവകൂടം എന്ന് നമ്മൾ കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞു. ഇതിൽ മധ്യകൂടം എന്ന ഭാഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദേവിയുടെ കഴുത്ത് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗമാണ് മധ്യകൂടം. ഇതില് സൃഷ്ടിയുടെ സ്വരൂപമായി ഇതിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതാണ് ആ നാമത്തിന്റെ അർത്ഥം വരുന്നത്. അടുത്ത നാമം ശക്തികൂടൈക താപന്ന കഠ്യതോഭാഗധാരിണി. ദേവിയുടെ അരക്കെട്ട് മുതൽ കാൽപാദം വരെയുള്ള ഭാഗത്തിനെ ശക്തികൂടം എന്നാണ് പറയുന്നത്. അതാണ് ആ നാമത്തിൽ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മളിവിടെ നാമശ്ലോകങ്ങളിൽ 3 നാമങ്ങളിൽ നിങ്ങൾക്ക് അവ്യക്തമായ ഒരു അർത്ഥമാണ് മനസ്സിലായിട്ടുണ്ടാവുക അല്ലേ? അതായത് വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് അതായത് വളരെ വിശദമായിട്ട് പറയുവാൻ സാധിക്കുകയില്ല. കാരണം ഇത് ശ്രീവിദ്യ ഉപാസകരായി പഠിക്കുന്ന അവർക്ക് മാത്രമാണ്, ശ്രീവിദ്യ ഉപാസിക്കുന്നവർക്ക് മാത്രമേ അതറിയാൻ കഴിയുള്ളൂ. അത് ഗുരുമുഖത്ത് നിന്നും പഠിക്കേണ്ടതാണ്. അതായത് നമ്മൾ 64 മുതൽ 84 വരെയുള്ള നാമങ്ങളിലെല്ലാം അമ്മയുടെ സ്ഥൂല രൂപത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? അതായത് അമ്മയുടെ രൂപം, അമ്മയുടെ മുഖം ഇങ്ങനെയാണ്, കൈകൾ ഇങ്ങനെയാണ്, കാലുകൾ ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അമ്മയുടെ രൂപത്തിൻ്റെ ഭാഗങ്ങളെല്ലാം പഠിച്ചു. അതുപോലെ അമ്മയെക്കുറിച്ച് വർണ്ണനകൾ പഠിച്ചു. അമ്മയുടെ തലമുടിയെക്കുറിച്ചും അങ്ങനെ ഓരോരോ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ആ നാമശ്ലോകങ്ങളിലൊക്കെ സാധിച്ചു. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ 85 മുതൽ 87 വരെയുള്ള നാമശ്ലോകങ്ങളിൽ നമുക്ക് വിശദീകരണമായിട്ട് പറയാൻ സാധിക്കാത്തക വണ്ണം നമ്മൾ ഉപാസകരല്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ശ്രീവിദ്യ ഉപാസകരായിരിക്കണം. ഗുരുമുഖത്ത് നിന്നും പഠിക്കേണ്ടതായിട്ടുള്ള അർത്ഥങ്ങളാണതെല്ലാം.
സ്ഥൂല രൂപത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ സൂക്ഷ്മരൂപം എന്താണെന്ന് പഠിക്കാൻ നമുക്ക് ഉപാസന കൂടിയേ തീരൂ. ഈ 3 ഭാഗങ്ങളിലും 3 നാമങ്ങളിലും പറയുന്ന വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നിവയെല്ലാം തന്നെ അമ്മയുടെ സൂക്ഷ്മരൂപത്തിൽ പെടുന്നതാണ്. അപ്പം അത് അമ്മ യോഗി ഭാവത്തിലിരിക്കുന്നതാണ്. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപാസകരായിരിക്കണം. വാഗ്ഭവകൂടം എന്നാൽ പഞ്ചദശാക്ഷരി. കുറച്ച് മാത്രം നമുക്ക് ഒരു ബേസിക്കായിട്ട് ഞാൻ പറയാം. പഞ്ചദശാക്ഷരി മന്ത്രം എന്നാൽ 15 മന്ത്രങ്ങളാണ്. അത് ശ്രീവിദ്യയിലുള്ള 15 അമൂല്യങ്ങളായ മഹാസിദ്ധികൾ ഉൾപ്പെടുന്ന മന്ത്രങ്ങളാണ്. അതിൽ പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് നമ്മൾ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നൊക്കെ പ്രതിപാദിച്ചത്. വാഗ്ഭവകൂടം എന്നാൽ 5 അക്ഷരങ്ങളോട് കൂടിയ ആദ്യ ഖണ്ഡമാണ് വാഗ്ഭവകൂടം എന്ന് പറയുന്നത്. അത് ദേവിയുടെ മുഖത്തിൻ്റെ ആ ഒരു ഭാഗത്തിനെ പറയുന്നു, മുഖത്തിനെ പറയുന്നു. അടുത്തത് മധ്യകൂടം എന്നാൽ ദേവിയുടെ കഴുത്ത് മുതൽ അരക്കെട്ട് വരെയുള്ളതാണ്. അതിൽ 6 അക്ഷരങ്ങൾ ഉൾപ്പെട്ട രണ്ടാമത്തെ ഖണ്ഡമായിട്ടാണ് പറയുന്നത്. ഇനി 3-ാമത്തെ ഖണ്ഡമാണ് അധോഭാഗം. ദേവിയുടെ അരക്കെട്ട് മുതൽ കാൽപാദം വരെയുള്ള ഭാഗമാണ് 3-ാമത്തെ ഖണ്ഡം. അതിൽ 4 അക്ഷരങ്ങളോട് കൂടിയതാണ് 3-ാമത്തെ ഖണ്ഡം. അതാണ് പഞ്ചദശാക്ഷരി മന്ത്രം. അതിൽ ഉൾപ്പെടുന്നതാണ് ഇതെല്ലാം. അപ്പം അതിൻ്റെ നമുക്ക് ഇത്ര തന്നെ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഉപാസകരായിരിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഭൗതികം മാത്രമല്ല, ആത്മീയമായ ഒരു തലത്തിലേക്ക് ഉയരണം എന്നുകൂടി ഈ ഒരു നാമത്തിലൊക്കെ നമുക്ക് അറിയാൻ കഴിയും. ദേവിയെ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആത്മീയതയും കൂടി കൂടുതൽ അറിയണം. അപ്പം ഈ ഭൗതികമായ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഭൗതികമായ ജീവിതവും ആത്മീയമായ ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക്, അറിയാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത്തരം ഒരു ഉപാസനയൊക്കെ സ്വീകരിച്ച് ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നാമങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.